നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ക്രിമിനൽ പ്രിൻസിപ്പിളിൽ, പവറിൽ, അതോറിറ്റിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ വിശ്വാസ ജീവിതത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ വിശ്വാസ പ്രാക്ടിക്കൽ അപ്രോച്ച് വളരെ ഇമ്പോർട്ടൻ്റ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച അതുപോലെ ചർച്ചിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. ഹല്ലേലൂയ. ഈ വിശ്വാസം എന്ന് പറയുന്നത് ശരിക്കും ദൈവം എന്നെ പഠിപ്പിച്ചൊരു സിമ്പിളായിട്ടൊരു ലോജിക്കാണ്. ദൈവം പറഞ്ഞു വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ അല്ലെങ്കിൽ അതായത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണല്ലോ വിശ്വാസം. ദൈവം പറഞ്ഞു ടേക്ക് ഇറ്റ് ഇൻ ദിസ് വേ. നമ്മൾ ഓഫീസിൽ നമ്മുടെ ഏതൊരു പരിചയക്കാരനെ കണ്ടു, അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടു, എപ്പോഴും ഉച്ചയ്ക്ക് കണ്ടു എന്ന് വെച്ചോ, എന്നിട്ട് അവരോട് പറയാം നമുക്ക് വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാം. അതായത് നമുക്ക് ഒത്തിരി ഒത്തിരി നാളായാലും നമ്മൾ പുറത്ത് പോയി ചായ കുടിച്ചിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജസ്റ്റ് ഒരു കോഫിയുടെ ഒരു എഗ്രിമെൻ്റ് ഒന്ന് ആലോചിക്കുക. അപ്പം നമ്മൾ ആ വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യും, ആ പറയുന്ന കാര്യം ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റെഡി ആയിട്ട് ആ റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ ആ കോഫി ഷോപ്പിൽ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ പോവും. നമ്മൾ തയ്യാറായി നമ്മളവിടെ പോവും. ശരിക്കും പറഞ്ഞാൽ ദൈവം പറഞ്ഞു വിശ്വാസം എന്നുള്ളത് അത്രയാണ്. അതായത് ഉച്ചയ്ക്ക് ദൈവം അല്ലെങ്കിൽ ഈ എഗ്രിമെൻറ്റിൽ എന്താ പറയണേ? വൈകുന്നേരം കാപ്പി കുടിക്കും, അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി നടക്കും. അപ്പം അത് വിശ്വാസം എന്ന് ആശിക്കുന്നതിൻ്റെ ഉറപ്പും, അതായത് നടക്കുന്നുള്ള ഉറപ്പല്ലേ? അത് കണ്ടോ ഇത്? പക്ഷെ കാണാത്ത കാര്യത്തിൽ നിശ്ചയമല്ലേ? ആ കോഫി കുടി നടക്കുന്നുള്ളതിൻ്റെ ഉറപ്പല്ലേ? അപ്പം നമ്മൾ ഈ രണ്ടുപേരും അത്ര ഒരു സിമ്പിൾ കേസായതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് അവിടെ പോവും, നമ്മളവിടെ കാപ്പി കുടിച്ചിരിക്കും. ഞാൻ പറഞ്ഞ പ്രാക്ടിക്കലോട്ട് വരാം. ഈ സാറയുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, സാറ അല്ലെങ്കിൽ അടുത്ത ആണ്ടിൽ ഈ സമയത്ത് നിനക്കൊരു കുഞ്ഞുണ്ടാകുന്ന പറഞ്ഞാൽ സാറ ചിരിച്ചു. ആ ഒരു അവസ്ഥയും അല്ലല്ലോ ഈ കോഫി ഷോപ്പിൽ അല്ലെങ്കിൽ കോഫി സിസ്റ്റത്തെ നമ്മൾ കണക്ട് ചെയ്താൽ മനസ്സിലാവും. സപ്പോസ് ഈ വിളിച്ച ഒരുത്തന് രഹസ്യമായിട്ട് മറ്റുള്ള അവൻ്റെ വീട്ടിലൊരു CCTV വെച്ചിട്ടുണ്ടെന്ന് ഓർത്തോ. അപ്പോൾ ഇവൻ അല്ലെങ്കിൽ മറ്റൊരുത്തൻ വിചാരിക്കുക, അവൻ വരുമോ, അവൻ ഒരു പണി, അവൻ അവിടെ ചെന്ന് കോഫി ഷോപ്പിൽ നിന്ന് വിളിക്കട്ടെ, എന്നിട്ട് ഞാൻ റെഡി ആയിട്ട് പോവാം എന്നാണ് ഒരുത്തൻ വിചാരിച്ചിരിക്കുന്നെങ്കിൽ, മാത്രമല്ല അവൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥ എന്താവും? അപ്പം നടക്കുമോ? നടക്കത്തില്ല. ഹല്ലേലൂയ. കാരണം നമ്മുടെ ദൈവം, ഹല്ലേലൂയ, നമ്മളെപ്പോഴും കണ്ട, ഈവൻ സാറ മനസ്സിൽ ചിരിച്ചതുപോലും കണ്ട ദൈവം. ഒരു വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നടക്കണോ, ദൈവം ഏതാ പഠിപ്പിച്ചേ? ജസ്റ്റ് ആക്ട് ആസ് ഇഫ് ഇറ്റ് ആക്ച്വലി ഹാപ്പൻഡ്. ആ ഒരു പ്രോസസ്സിലോട്ട് നമ്മൾ ജസ്റ്റ് അങ്ങനെ അന്ന് ഉറപ്പായിട്ട് നടക്കും. കാരണം പറഞ്ഞവൻ വിശ്വസ്തനാ. അതങ്ങ് ജസ്റ്റ് നമ്മൾ അതിനുവേണ്ടി ആ ആക്ടിവിറ്റി എന്തൊക്കെ വേണോ അതെന്തങ്ങ് ജസ്റ്റ് അങ്ങ് ചെയ്താൽ മതി. ഹല്ലേലൂയ. കാരണം ആ വേദഭാഗം നമ്മൾ ഹീബ്രു 11:11 നമ്മൾ വായിക്കുവാണെങ്കിൽ, ഞാൻ ജസ്റ്റ് 2 മിനിറ്റിൽ നിർത്തിക്കോളാം കേട്ടോ. ഹല്ലേലൂയ. എബ്രായർ 11:14 ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. By faith even Sarah herself received the ability to conceive. അപ്പം സാറ അത് ആക്ച്വൽ ഗ്രീക്കിൽ പവർ ടു റിസീവ് എന്നാണ്. അതായത് ആ സാറ റിസീവ് ദ പവർ. ഹല്ലേലൂയ. Even beyond the proper time of life, since she considered him faithful who had promised. പ്രിയ ദൈവമക്കളെ, ഇന്ന് മുതൽ ഹല്ലേലൂയ, ദൈവം എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ, ചില അസാധാരണമായ കാര്യങ്ങൾ, ദൈവികമായ കാര്യങ്ങൾ സൂപ്പർ നാച്ചുറലായിട്ട് നടക്കണോ? ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ആക്ഷൻ അവിടെ ചെയ്യുക. ആമേൻ. ആ രക്തസ്രാവക്കാരത്തിയായ സ്ത്രീ, യേശു അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞപ്പോൾ യേശു എന്താ പറഞ്ഞേ? വിശ്വാസത്തിന്റെ പ്രവൃത്തി അവിടെ നടത്തിയപ്പോൾ യേശു എന്താ പറഞ്ഞേ? എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. വിശ്വാസം എന്ന് പറഞ്ഞ, വിശ്വാസത്തിന്റെ വാക്കെന്ന് പറഞ്ഞ ഇതാ. ഹല്ലേലൂയ. യെസ്, ഹല്ലേലൂയ. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ വേണമെങ്കിൽ, ഹല്ലേലൂയ, അത് ലഭിച്ചുവെന്ന് വിശ്വസിച്ച് ആ വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശക്തി നമ്മുടെ ജീവിതത്തിലോട്ട്, നമ്മുടെ മണ്ഡലങ്ങളിലോട്ട് വ്യാപരിച്ച്, ഹല്ലേലൂയ, അത് ദൈവം അത് നേടിത്തരും. അത് അങ്ങനെ തന്നെ നടക്കും. ഒരു വൃദ്ധയായ സാറയ്ക്ക്, ഹല്ലേലൂയ, ആ ഒരു കുഞ്ഞിനെ ദൈവത്തിന് കൊടുത്തുവെങ്കിൽ, ഹല്ലേലൂയ, അതൊരു അമാനുഷികമായ സൂപ്പർ നാച്ചുറൽ ആയ ഒരു സംഭവമാണ്. ഹല്ലേലൂയ. അവിടെ നല്ല പ്രായത്തിൽ നടന്നിട്ടില്ല, പക്ഷേ മാത്രമല്ല വൃദ്ധയായ ശേഷം
ടോട്ടലി നിർജീവ അവസ്ഥയെ മാറ്റി ജീവനുള്ള അവസ്ഥ വരുത്തിയത് എങ്ങനെ ഇവിടെ എഴുതിയേക്കണത്? ഈ ഹിബ്രുവില് അല്ലെങ്കിൽ എബ്രായ ലേഖനത്തില് അവൾ ഒരു പ്രത്യേക പവർ റിസീവ് ചെയ്തായിരുന്നു. വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട യെസ് ആ രക്തസ്രാവക്കാരത്തി സ്ത്രീയുടെ മേല് യേശുവിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടു. യെസ് അല്ലേ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കണോ? ഹല്ലേലൂയ. അത് നമ്മുടെ കയ്യിലായിരിക്കണം. കാരണം ദൈവം ഓൾറെഡി തന്നതാ. വാട്ട് ഈസ് ദൈവത്തിന്റെ എല്ലാ സിസ്റ്റവും ദൈവം ഓൾറെഡി അഷ്യൂർ പ്രോമിസ് ചെയ്താ ദൈവത്തിനത് മാറ്റാൻ പറ്റും. പിന്നെ ആകെപ്പാട് നമുക്ക് തടസ്സപ്പെടുന്ന നമ്മുടെ തന്നെ അവിശ്വാസമാണ്. കാരണം ഹീസ് ഓൾവേസ് ലുക്കിംഗ്. സാറ ചിരിച്ചതുപോലെ അവൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ അപ്രോച്ച്, നമ്മുടെ എല്ലാ ആക്ഷനും യെസ് നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ നേടണമോ? ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ അത്ര വലിയ ദൈവമാണ് നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. ആ ദൈവം ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ അതെ അടിമത്തത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന്, ഇരുളിൽ നിന്ന് യെസ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവന് കുറച്ച് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ നമ്മൾ മുന്നോട്ട് പോവാം. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.